ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫ്രീഡ കാലോയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്രീഡ കാലോയുടെ തന്നെ സെൽഫ് പോർട്രേറ്റ് വിത്ത് തോൺ നെക്ലസ് ആൻഡ് ഹമ്മിങ് ബേർഡ് എന്നുള്ള പെയിന്റിങ്ങും കൂടി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹു ഈസ് ഫ്രീഡ കാലോ? ഫ്രീഡ കാലോ എന്ന് പറയുന്ന ഫ്രീഡ കാലോ ഫ്രീഡ കാലോ, ഷീ ഈസ് എ മെക്സിക്കൻ പെയിന്റർ ആണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് മെക്സിക്കോ സിറ്റിയിൽ തന്നെയാണ് ജനിച്ചത് അവർ. പിന്നെ അവരുടെ ഫാമിലി ഹൗസിന്റെ പേര് ബ്ലൂ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലൂ ഹൗസ് അല്ലെങ്കിൽ കാസ അസൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലൂ ഹൗസ് എന്ന് അറിഞ്ഞാൽ മതി. അച്ഛൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫോട്ടോഗ്രാഫറാണ്, ഒരു ജർമ്മൻ വംശജനാണ് അച്ഛൻ. പിന്നീട് അദ്ദേഹം മെക്സിക്കോയിലോട്ട് ഇമിഗ്രേറ്റ് ചെയ്തതാണ്. അവിടെ വെച്ച് ഇവരുടെ അമ്മയെ കണ്ടു. അമ്മയുടെ പേര് മെറ്റിൽഡെ എന്നാണ്. മെറ്റിൽഡെ കല്യാണം കഴിച്ചു പിന്നീട്. സോ അവർ ഹാഫ് അമേരിക്കൻ അല്ലെങ്കിൽ ഹാഫ് സ്പാനിഷ് ആണ് കേട്ടോ. ഇവർ അമ്മയെന്ന് പറയുന്നത് ഹാഫ് അമേരിക്കൻ ഹാഫ് സ്പാനിഷ് ആണ്. അപ്പോൾ ഫ്രീഡ കാലോയ്ക്ക് പോളിയോ അസുഖം വന്നു ഏജ് 6. എന്നിട്ട് അവർ പക്ഷേ മെക്സിക്കൻ റവല്യൂഷന്റെ ആർഡന്റ് സപ്പോർട്ടർ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ബർത്ത് ഡേറ്റ് ഇവർ മെക്സിക്കൻ റവല്യൂഷനുമായിട്ട് പിന്നെ എന്താ പറയുക, പാരലായിട്ട് വരുന്ന അല്ലെങ്കിൽ മെക്സിക്കൻ റവല്യൂഷനുമായിട്ട് വരുന്ന രീതിയിൽ, അതായത് ആ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഇവരുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ബർത്ത് ഇയർ ഇവർ പെട്ടെന്ന് തന്നെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അവർ അത്രയ്ക്ക് മെക്സിക്കൻ റവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ റവല്യൂഷൻ തുടങ്ങിയ വർഷവും അല്ലെങ്കിൽ ആ ഒരു ഡേറ്റും ഇവരുടെ ബർത്ത് ഡേറ്റും തമ്മിൽ തിരുത്താൻ വേണ്ടി ഇവർ കുറേ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മെക്സിക്കൻ ഫെമിനിറ്റി നമുക്ക് ഇവരുടെ ഒരു പെയിൻറ്റിങ്സിനകത്തും പിക്ചേഴ്സിനകത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് പിന്നീട് അവർ ഒരു ബസ് ആക്സിഡൻറ്റ് വന്ന് പിന്നെ വളരെയധികം ഇഞ്ചേർഡായി. ആ സമയത്താണ് ഇവർ പെയിൻറ്റിങ് കിടന്നുകൊണ്ട് തുടങ്ങിയത്. അവർ സെൽഫ് പോർട്രേറ്റ് വെച്ചിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പേരൻസ് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുമായിരുന്നു. ആൻഡ് പിന്നെ ഇവർ സെറിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഫാൻറ്റസി പ്ലസ് മാജിക്കൽ എലിമെൻറ്റ്സ് ഒക്കെ വരുന്ന രീതിയിലൊക്കെയുള്ള രീതിയിലാണ് ഇവർ പബ്ലിഷ് ചെയ്തിരുന്നത്. ഇവരുടെ പോയംസ് അല്ല ഇവരുടെ പെയിൻറ്റിങ്സ് ഒക്കെ ഇവർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു സെൽഫ് പോർട്രേറ്റ് വിത്ത് തോൺ നെക്ലസ് ആൻഡ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് അവരുടെ 1940 ഒരു സെൽഫ് പോർട്രേറ്റ് തന്നെയാണ്. നമുക്ക് ഈ പെയിന്റിങ് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഫ്രീഡ കാലോയെ തന്നെയാണ് കാണുന്നത്. അവരുടെ തന്നെ ഒരു പോർട്രേറ്റ് ആണ് അത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്, ഗൊറില്ല ഉണ്ട്, പിന്നെന്താണ് 2 ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ട്. ഗൊറില്ല ഇവിടെ ഉദ്ദേശിച്ചത് മങ്കിയാണ് കേട്ടോ. അത് 2 ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെയിന്റിങ് ഇവർ പെയിന്റ് ചെയ്തത് ഇവർ ഡീഗോ റിവേറ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ പെയിന്ററിനെ കല്യാണം കഴിച്ചായിരുന്നു. ആ ഒരു ഡിവോഴ്സിന് ശേഷമാണ് ഇവർ പെയിന്റ് ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ ഇവർക്കൊരു ഫോട്ടോഗ്രാഫറുമായിട്ട്, ഒരു നിക്കോളാസ് മുറേ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതൊക്കെ കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അതിനുശേഷമൊക്കെയാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഓയിൽ ക്യാൻവാസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 1940 ഇത് വരച്ചത് അവർ. ആൻഡ് ഇവരുടെ ഈ ഒരു പെയിന്റിങ് ഇപ്പോഴും നിക്കോളാസ് മുറയുടെ ആ ഒരു ഫേമസ് പെയിന്റിങ് കളക്ഷനകത്ത് വെച്ചിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു പെയിന്റിങ്. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്കോളാസ് മുറേ തന്നെയാണ് ഈ പോർട്രേറ്റ് വാങ്ങിച്ചിരിക്കുന്നതും. ആൻഡ് നിക്കോളാസ് മുറേ കളക്ഷനകത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രീഡ കാലോ 1925 തൊട്ട് 1954 വരെയാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ആക്റ്റീവായിട്ട് പെയിന്റിങ് ചെയ്തുകൊണ്ടിരുന്നത്. ബസ് ആക്സിഡന്റിന് ശേഷം നല്ല രീതിയിൽ ഇഞ്ചേർഡായി അവർ ബെഡ് റിഡൻ ആയപ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരുടെ ആ ഒരു സ്ട്രഗിള്, മെഡിക്കൽ ഇഷ്യൂസ്, അവർ അനുഭവിച്ച ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള അസുഖം, അതൊക്കെ ഇവർ ഈ ഒരു സെൽഫ് പോർട്രേറ്റിനകത്ത് അവർ സിംബോളിക്കലി കാണിച്ചിട്ടുണ്ട്. അവരുടെ ആംഗ്വിഷ്, അവരുടെ പെയിനൊക്കെ. അപ്പം സെൽഫ് പോർട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇവർ എന്തുകൊണ്ടായി സെൽഫ് പോർട്രേറ്റ്സ് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ചാണ് പറയുന്നതെന്നും അവരുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, ഇപ്പോൾ തളർന്നു കിടക്കുന്ന ആ ഒരു ബോഡി തിരിച്ചു പിടിക്കാൻ ഈ ഒരു പെയിന്റിങ്ങിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ മെഡിക്കൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം. അപ്പം സെൽഫ് പോർട്രേറ്റ്സ് ഈ മെയിൽ യൂറോപ്യൻ ആർട്ടിസ്റ്റാണ് സാധാരണ ഫീമെയിൽ ബോഡി വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഈ ഒബ്ജക്ടിഫിക്കേഷന് വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും ഫ്രീഡ കാലോ അവരുടെ തന്നെ ഇമേജ് യൂസ് ചെയ്ത് ആ പേട്രിയാർക്കൽ ട്രഡീഷനെ തകർക്കാനാണ് നോക്കിയത്. ഓക്കെ, അപ്പം ഓട്ടോബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പെയിന്റിങ്ങിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം വളരെ തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എലാബറേറ്റ് ഹെയർ ആണ് അവർക്കുള്ളത്. വൈബ്രന്റ് ആയിട്ടുള്ള മെക്സിക്കൻ ക്ലോത്തിങ് ആണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? പിന്നെ മെക്സിക്കൻ റവല്യൂഷന്റെ ബിഗ് സപ്പോർട്ടർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ദെൻ വിഷ്വൽ, നമുക്ക് ഈ ഒരു പെയിന്റിങ്ങിന്റെ അനാലിസിസിലോട്ട് കടക്കാം. ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത് 24:18 ആണ് ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. തികച്ചും സ്മോൾ പെയിന്റിംഗ് ആണ്. അപ്പോൾ ഒരു ഫ്രീഡ കാലോ അവരുടെ ഫേസിന്റെ ഫ്രണ്ട് പൊസിഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോൾഡ് ആയിട്ടുള്ള ഐബ്രോസ് ആണുള്ളത്. അത് ആ ഫേസിൽ നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. ആ ബോൾഡ് ഐബ്രോസ് അത് മനഃപൂർവ്വം ചെയ്തതാണ്. ആ ഫേസിൽ കുറച്ച് എംഫസിസ് കൊടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു തോൺ നെക്ലസ് ഇവർ വെയർ ചെയ്യുന്നുണ്ട്. തോൺ നെക്ലസ് അവരുടെ ത്രോട്ടിനെ മുറുക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? ഒരു മുള്ളുകൊണ്ടുള്ള നെക്ലസ് അവർ വെയർ ചെയ്യുന്നുണ്ട്.
പിന്നെ അതിങ്ങനെ താഴോട്ട് ഇവരുടെ ചെസ്റ്റിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ട്രീ റൂട്ട്സ് പോലെ തോന്നാറുണ്ട്, മരത്തിൻ്റെ വേര് പോലെ നമുക്ക് തോന്നും. ഒരു സ്മോൾ ബ്ലാക്ക് ഹമ്മിങ് ബേർഡ് അതിൻ്റെ വിങ്സുമായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഒരു പെൻഡൻറ്റ് പോലെ ഇവരുടെ ത്രോട്ടിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അതായത് ആ മുള്ളുമാലയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ലോക്കറ്റ് പോലെ ഒരു സ്മോൾ ഹമ്മിങ് ബേർഡ് അവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, വിങ്സ് ഒക്കെ വിരിച്ച് നിൽക്കുന്നുണ്ട്. ഇൻസെക്ട്സും ആനിമൽസും അവരുടെ ചുറ്റിനുമുണ്ട്. ഒരു ഡെൻസ് ജംഗിളിനകത്ത് നിൽക്കുന്ന കണക്ക്, അതായത് വലിയൊരു തിക്കായിട്ടുള്ളൊരു കാട്ടിൽ നിൽക്കുന്ന കണക്ക് ഒരു ഫീൽ നമുക്ക് വരും. അവരുടെ ഷോൾഡറിൽ, റൈറ്റ് ഷോൾഡറിൽ ഒരു മങ്കിയുണ്ട്. അതിൻ്റെ ഐസ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ കണ്ണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കയ്യിലോട്ടാണ്. അതുപോലെ തന്നെ അത് തോൺ നെക്ലസിൽ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീഡ കാലോയ്ക്ക് ബ്ലീഡിങ് ഉണ്ട്, കഴുത്തിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കുരങ്ങൻ പിടിച്ചേക്കുന്നത് കൊണ്ട്. അവരുടെ തലയുടെ മുകളിൽ 2 ഡ്രാഗൺ ഫ്ലൈസ്, അതായത് 2 തുമ്പികളുണ്ട്. അതിങ്ങനെ മിഡ് എയറിൽ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ 2 ബട്ടർഫ്ലൈ ക്ലിപ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഹെയർ സ്റ്റൈലിൽ, അവരുടെ തലയിൽ വെക്കാൻ വേണ്ടി. ഒരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്, അതിന് നല്ല ബ്ലൂ ഐസ് ആണുള്ളത്. അത് അവരുടെ ലെഫ്റ്റ് ഷോൾഡറിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇവർ 143 പെയിൻറ്റിങ്സ് ചെയ്തിട്ടുള്ളതിൽ 55 എണ്ണവും സെൽഫ് പോർട്രേറ്റ്സുകളാണ്. അതായത് ഇവരുടെ തന്നെ പെയിൻറ്റിങ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്, 55 എണ്ണം. അപ്പോൾ ഈ മെയിൽ യൂറോപ്യൻ ആർട്ടിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫീമെയിൽ ബോഡി വെച്ചിട്ട് അവർ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഫീമെയിൽ ബോഡിയെ ഒന്ന് ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഫ്രീഡ കാലോ ഇവിടെ ആ ഒരു ഇമേജിനെ തകർത്തുകൊണ്ട് അവരുടെ തന്നെ ഫീമെയിൽ ബോഡി വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ സെൽഫ് പോർട്രേറ്റ് വെച്ചിട്ട് ഈ ഒരു പേട്രിയാർക്കൽ ട്രഡീഷനെ തകർക്കാനാണ് നോക്കിയത്. പിന്നെ ഈ ഓരോന്നിനും, ഓരോ ആനിമൽസിനാണെന്നുണ്ടെങ്കിലും ഓരോന്നിനും ഓരോ സിംബലിസം ഉണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രീഡ കാലോയുടെ ഈ ഒരു പിക്ചറിനകത്ത് ഈ മെക്സിക്കൻ കൾച്ചറിൻ്റെ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് അവരുടെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള മെക്സിക്കൻ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ, അവരുടെ അവിടെയുള്ള ഇൻഡിജീനിയസ് ട്രൈബൽ പോപ്പുലേഷനൊക്കെ കാണത്തില്ലേ. സോ അവരുടെ ഒരു നേറ്റീവ് കൾച്ചർ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു കൾച്ചറാണ് ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ കൊളോണിയൽ ഫോഴ്സസിനെതിരെ അല്ലെങ്കിൽ മെയിൽ റൂളിനെതിരെയാണ് ഇവർ ഈ ഒരു പെയിന്റിംഗ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. ആ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന ഡെഡ് ആയിട്ട് നിൽക്കുവാണെന്നാണ് ഇവിടെ പറയുന്നവർ സിംബോളിസത്തിന് കാണിക്കുന്നത്. അപ്പോൾ ഡെഡ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് ഇവരുടെ നെക്കിൻ്റെ അവിടെ ഹാങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് ലക്ക് ചാം ആണെന്നാണ് പറയുന്നത്. അതായത് ആരെങ്കിലും അതായത് ഈ സ്നേഹിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പ്രണയത്തിലാകുമ്പോൾ ആ ഒരു സിമ്പൽ കാണുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ അതൊരു മെക്സിക്കൻ ഫോക്ലോറിനനുസരിച്ച് ഈ ഡെഡ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് കാണുന്നത് നല്ലതാണെന്ന് പറയും. അതായത് പ്രണയത്തിലാവുമ്പോൾ ഈ ഒരു ഡെഡ് ഹമ്മിങ് ബേർഡിനെ കാണുന്നത് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വാറിന്റെ സിമ്പലും കൂടിയാണെന്ന് പറയുന്നുണ്ട്. ക്യാറ്റ് എന്ന് പറയുന്നത് ബാഡ് ലക്കിന്റെ സൂചനയാണ്, ഡെത്തിന്റെ സൂചനയാണ്. മങ്കി എന്ന് പറയുന്നതും ഈവിളിന്റെ സിമ്പലാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ടും നേച്ചർ എന്ന് പറയുന്നത് കാണിക്കുന്നത് ഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ഡെത്തിന്റെ ഇമേജസ് കൊണ്ടുവരുന്നത് ഒരു മനഃപൂർവ്വമാണ്, കാരണം ഇവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ സ്പൈഡർ മങ്കി, പിന്നെ ഈ ഒരു മങ്കി ഉണ്ടല്ലോ, ആ മങ്കിയെ നമ്മുടെ എന്താ പറയുക, ഇവരുടെ ഹസ്ബൻഡ് ഇവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സ്പൈഡർ മങ്കിയെ. അപ്പോൾ ഈ സ്പൈഡർ മങ്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഹസ്ബൻഡ് ഇവരെ വേദനിപ്പിച്ചതിൻ്റെ ഒരു സിമ്പലായിട്ട് ചിലപ്പോൾ ഇവരെ ആ മങ്കിയെ കൊണ്ടിരുത്തിയേക്കുന്നതും ആകാമെന്നും പറയുന്നുണ്ട്. അതായത് ആ മങ്കി അവരുടെ നെക്ലസിൽ, തോൺ നെക്ലസിൽ പിടിച്ച് വലിക്കുന്നതായിട്ടാണുള്ളത്. അപ്പോൾ അത് അവരെ ബ്ലീഡ് ചെയ്യുന്നുണ്ട് അവരുടെ കഴുത്തിൽ. അപ്പോൾ അത് ഒരു സിമ്പൽ, ഹസ്ബൻഡിൻ്റെ ആ ഒരു പെയിനിൻ്റെ സിമ്പലായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ തോൺ നെക്ലസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ യേശു ധരിച്ചിട്ടുള്ള ക്രൗൺ ഓഫ് തോൺസ് ഉണ്ടല്ലോ, മുൾക്കിരീടം, അതുമായിട്ടും പറയാം. അതായത് ഒരു ക്രിസ്ത്യൻ മാർട്ടിയറിനെ പോലെയാണ് ഇവരും എന്ന് പറയാം. അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും സാക്രിഫൈസസ് അല്ലെങ്കിൽ അവരൊരുപാട് അനുഭവിച്ചു. സോ അതുകൊണ്ട് യേശുവായിട്ടൊരു കമ്പാരിസൺ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു പെയിനും, അതായത് അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് കംപ്ലീറ്റ് പോയി. അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ളതും ഈ നിക്കോളാസ് മുറി എന്ന് പറഞ്ഞ മനുഷ്യനുമായിട്ടുള്ളതുമായിട്ടുള്ള റൊമാൻറ്റിക് അഫെയർസ് എല്ലാം കംപ്ലീറ്റ്ലി ഫെയിലായി. സോ അതും ആയിരിക്കാം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബട്ടർഫ്ലൈസും ഡ്രാഗൺ ഫ്ലൈസും കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസറക്ഷൻ, അതായത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അല്ലെങ്കിൽ ഒരു റീബർത്തിന്റെ സിമ്പലായിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. കുറച്ചും കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഓരോ എലിമെന്റ്സ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്രിദയുടെ ഫേസ് എന്ന് പറയുന്നത്, ഐബ്രോസിന്റെ കാര്യം നിങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കണം. അവരൊരുമാതിരി തുറിച്ച് ഒരു കൈൻഡ് ഓഫ് ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫ്രൗൺ ചെയ്യുന്നത് പോലെയാണ്. ഐബ്രോസ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത്, ഫ്രൗൺ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. മുടി എന്ന് പറയുന്നതും ട്രഡീഷണൽ ആയിട്ടുള്ള മെക്സിക്കൻ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫേസിന്റെ, അവരുടെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ, അവരുടെ ഗെയ്സ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് ആൻഡ് ഫേം ആണ്.
ഒരു ഇച്ചിരി ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബോൾഡായിട്ട് അല്ലെങ്കിൽ ഒരു ഫേം ആയിട്ടുള്ളൊരു നോട്ടമാണ്. അപ്പോൾ ആ ഒരു ഫേംനെസ് എന്ന് പറയുന്നത് അവരുടെ നോട്ടത്തിലുള്ള ആ ഒരു തുറിച്ചു നോട്ടം എന്ന് പറയത്തില്ലേ, അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ സഫറിങ്ങിൻ്റെ മെറ്റഫറായിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ സഫറിങ് എന്ന് പറയുമ്പം ആ ഒരു ട്രബിൾഡ് മാരേജും അവരുടെ ആ ലവറുമായിട്ടുള്ള ബ്രേക്കപ്പും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നെക്ലസ് ഓഫ് തോൺസ്, അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ നെക്ലസ് ഓഫ് തോൺസ് എന്ന് പറയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു, അത് ലവിൽ ലക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഹമ്മിങ് ബേർഡിൻ്റെ അല്ലെങ്കിൽ വാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ നിക്കോളാസ് റിവേറ ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ അതൊന്ന് ലക്ക് കൊണ്ടുവരും എന്ന് ഇവർ വിശ്വസിച്ചിരിക്കാം. പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു കാര്യം പറയണം, ക്രൈസ്റ്റ് ലൈക്ക് ഫിഗറിൻ്റെ കാര്യം പറയാം. പിന്നെ 2 ആനിമൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബ്ലാക്ക് ക്യാറ്റും മങ്കിയും. അത് രണ്ടും ഷോൾഡേഴ്സിലാണ് ഇരിക്കുന്നത്. പിന്നെ മങ്കി എന്ന് പറയുന്നത് പിന്നെ ഈവിളിൻ്റെയും അതുപോലെ തന്നെ ലസ്റ്റിൻ്റെയും സിമ്പൽ ആകാമെന്നും ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫ്രീദ ഒരുപാട് ആനിമൽസിനെയൊക്കെ അവരുടെ ഓൺ ലൈഫിലും റിയൽ ലൈഫിലും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വർക്കിനകത്ത് വന്നത്. അപ്പം സറിയലിസമാണ് ഇവരുടെ വർക്കിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. സറിയലിസം എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം റിയാലിറ്റിയും വരാം, അതുപോലെ തന്നെ ഡ്രീമി ലൈക്ക് ആയിട്ടുള്ളൊരു പിക്ചറും വരാം. നമുക്ക് ഡ്രീംസ് പോലെ അല്ലെങ്കിൽ കുറച്ച് ഫാൻറ്റസി പോലെ ഫിസിക്കലിയും ഇമോഷണലിയും ഒരുപാട് സഫർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പെയിനാണ് ഇവർ ഈ പെയിൻറ്റിങ്സിനകത്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് ആർട്ടിസ്റ്റ് ഓഫ് ട്രൂത്ത് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് തന്നെ. പോളിയോ അസുഖം വന്നിട്ടും 18 വയസ്സായപ്പോൾ ഒരു ബസ് ആക്സിഡൻറ്റ് വന്നു. അവരുടെ സ്പൈനും യൂട്രസും റിബ്സും എല്ലാം നല്ല രീതിയിൽ ഇഞ്ചേർഡായി മാറി. അപ്പോൾ ഇമോഷണലി അവർക്കൊരു പീസ്ഫുൾ ലൈഫല്ല കിട്ടിയത്. ഹസ്ബൻഡുമായിട്ടും പ്രശ്നമായിരുന്നു, ലവറുമായിട്ടും പ്രശ്നമായിരുന്നു, ഒരുപാട് മിസ്കാരേജസ്, അബോർഷൻസ് ഒക്കെ ഇവർ വന്നിട്ടുണ്ട്. സോ അതെല്ലാം ഇങ്ങനെ ഒരു കൺസൈസ് ആയിട്ട് അവർ ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.